മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ വികസനം വൈകുന്നുവെന്ന് ആരോപിച്ച് വളരെ വ്യത്യസ്തമായ സമരരീതിക്കാണ് റോഡ് വികസന ആക്ഷൻ കൗൺസിൽ രൂപം നൽകിയിരിക്കുന്നത്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൽ അപകടത്തിൽ മരിച്ചവർക്കുള്ള പുഷ്പാർച്ചന, റോഡ് വികസനം അട്ടിമറിക്കുന്ന ദുഷ്ടശക്തികളുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ ചൂലുകൊണ്ടുള്ള പ്രതീകാത്മക വൃത്തിയാക്കൽ എന്നിവയാണ് ആക്ഷൻ കൗൺസിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. റോഡ് വികസനം അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥതല ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് റോഡ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. ഈ ആരോപണങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി മുനീർ പ്രതികരിച്ചത്. എനിക്ക് അവരുടെ നന്ദിയൊന്നും ആവശ്യമൊന്നുമില്ല. കാരണം കോഴിക്കോട്ടുകാർക്ക് എന്നെ സംബന്ധിച്ചറിയാം, എൻ്റെ വീടും കൂടി നിൽക്കുന്ന സ്ഥലത്തുള്ള റോഡാണ്. അപ്പോൾ എന്നെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അത് ഗൂഢോദ്ദേശപരമാണ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അവരെ സേവ എനിക്ക് ആവശ്യമില്ല. അവരെ സേവയിലല്ല ഞാൻ ജീവിക്കുന്നത്. ആ റോഡ് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെയും കൂടി കടമയാണ്. അതിനുവേണ്ടി ഇന്നലെ ക്യാബിനറ്റിൽ അത് കൊണ്ടുപോയി അത് വാദിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് ഞാനാണ്. അതിന് എനിക്ക് അവരുടെ അപ്രിസിയേഷനൊന്നും ആവശ്യമില്ല. ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഏകദിന ഉപവാസവും നടക്കും. പ്രമുഖ ഗാന്ധിയൻ തായാട്ടുപാലൻ, ചരിത്രകാരൻ MGS നാരായണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകും. മീഡിയ 1 കോഴിക്കോട്.